നമ്മളിന്ന് ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി, വലിയുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ചെറുതാക്കിയില്ല കേട്ടോ അരിഞ്ഞ് വെച്ചത്. വലിയ പീസല്ല, ചെറിയ പീസായിട്ടാണ് അരിഞ്ഞ് വെച്ചത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു പട്ട, ഒരു പൂവ്, ഒരു ഏലക്ക നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ച ഏലക്ക, ഗ്രാമ്പൂ, പട്ടയും നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണേ. നമ്മളത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇറച്ചി മസാലയോ ഒരു ഗരം മസാലയോ ഒന്നും കൂട്ടുന്നില്ല. അതിന് പകരമാണ് നമ്മൾ ഈ ഏലക്കയും ഗ്രാമ്പൊക്കെ ഒന്ന് ചതച്ച് വെച്ചത് കേട്ടോ, മൂപ്പിച്ചിട്ട്. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി സ്വല്പം മതി. ഇനി നമുക്കൊരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട അതാ തോല് പൊളിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്കിതിൽ കുഴച്ച് കൊടുക്കാം. ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടാക്കിയ കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടാം കേട്ടോ. കോഴിമുട്ടയും വാട്ടിയെല്ലാം ഇവിടെ റെഡിയായി വരണം. 2 മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് കരിവേപ്പില തൂവി കൊടുക്കാം. അതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് ഇത്. ഇച്ചിരി വെള്ളം പോലെ ആവശ്യമുള്ളവർക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഗ്രേവി ആയിട്ട് ഇങ്ങനെ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.